ചിറ്റൂർ തത്തമംഗലം നഗരസഭയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതനെ ആദരിച്ചു. മുൻ നഗരസഭാ ചെയർമാനും പിന്നീട് MLA-യുമായ സുമേഷ് അച്യുതൻ ആദരം ഏറ്റുവാങ്ങി. MLA-യെ ആദരിക്കുന്നതോടൊപ്പം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് യാത്രയയപ്പം നൽകി. മൊമന്റോ നൽകിയായിരുന്നു ആദരം. സുമേഷ് മറുപടി പ്രസംഗം നടത്തി. വളരെ ചെറിയ സമയത്താണ് നല്ല രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ചിറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ജയിൻ സംസാരിച്ചു പോകാം. ഇത്രയും പഴക്കം ചെന്ന ഒരു മുനിസിപ്പാലിറ്റി നമ്മൾ എന്തുകൊണ്ട് ഒരു വലിയ വികസനങ്ങൾ ഉണ്ടായില്ല? ഞാൻ പലപ്പോഴും ആലോചിച്ചു, ഇപ്പോഴല്ല, വളരെ മുമ്പ് തന്നെ ആലോചിച്ചു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ഈ തമിഴ്നാട് അതിർത്തി വെച്ച് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ പരിസരത്തുള്ളവർ ഒരു 2 ജോഡി ഡ്രസ്സ് എടുക്കണമെങ്കിൽ കോയമ്പത്തൂർക്ക് ബസ് കയറി, പൊള്ളാച്ചിയിലേക്ക് ബസ് കയറി, ഒരു വീട്ടിലെ ഒരു മോട്ടറിന് ഒരു ഓസ് മേടിക്കാൻ കോയമ്പത്തൂർ. കാരണം കോയമ്പത്തൂരുള്ള ബസ് ചാർജ് അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നതും കഴിച്ച് പിന്നെ ലാഭം കിട്ടും കോയമ്പത്തൂർ മേടിക്കാൻ. അന്ന് സെയിൽ ടാക്സിന്റെ വ്യത്യാസങ്ങൾ അത്രയ്ക്കും വലിയ വ്യത്യാസമായിരുന്നു തമിഴ്നാടിൻ്റെ. അത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പ്രദേശത്ത് വലിയൊരു വികസനം ഉണ്ടാകും. കാരണം ഒരു കച്ചവട സ്ഥാപനങ്ങളുടെ ഒരു വികസനം ഉണ്ടാകുമ്പോഴാണ് നാട് പൊതുവേ ഒരു വികസനം ഉണ്ടാകും. ഭക്ഷണം കഴിക്കാൻ പാലക്കാട് ഇവിടെ മര്യാദയ്ക്കൊരു ഹോട്ടൽ ഇപ്പം അതൊക്കെ മാറും. ഇപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അതിനൊക്കെ ഒരു വലിയ മാറ്റം വന്നു. ഒരു ചെറിയ പ്രദേശങ്ങളിൽ വലിയ വികസനങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക്. പണ്ട് ചിറ്റൂർ ടൗണിൽ കുറേ കടകൾ, അത് വിട്ടാൽ പിന്നെ തത്തമംഗലത്ത് പോകും. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കടകളൊന്നും നമ്മുടെ ചെറുപ്പത്തിലില്ല. ഇന്ന് അതല്ല, ഇന്ന് നമ്മുടെ മാർക്കറ്റ് തന്നെ വളരെ വലുതായി. അപ്പം അതിനനുസരിച്ച് നമുക്കൊരു വലിയ വികസനം നടത്താൻ കഴിയുന്നൊരു കാലഘട്ടം. ചെയർപേഴ്സൺ കൃഷ്ണലീല അധ്യക്ഷയായി. ആഷിഖ് R. ബാബു, ജയന്തി, ശശികുമാർ, ജയൻ ഹിലാരിയോസ്, കിരൺ, മധു, സെക്രട്ടറി ശ്രീരാഗ്, സുനിത എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.